യായിരിക്കുന്ന ഓരോ പ്രിയം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രത്യേകമായ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ചിൽ ഇങ്ങനെ പോയ സമയത്ത് ആ ചർച്ചിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെയായിരുന്നു. ആ ചർച്ചിന്റെ പുറകിൽ ഒരു റെഡ് ലെറ്ററിൽ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ആ സമയം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പൊ കർത്താവിന്റെ ദാസൻ ഓൾറെഡി സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഇപ്പൊ ഫിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുമ്പ് ഞാൻ ആ മെസ്സേജ് നിർത്തുവാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. മാക്സിമം എന്നല്ല, കാരണം ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് സമയത്തെ കുറിച്ച് പ്രിയമുള്ളവർ ആരും ചിന്തിക്കേണ്ട. ഇന്ന് പകൽക്കാലം ചിലത് അല്പസമയമാണ് എങ്കിലും നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അത് ദൈവാത്മാവ് വ്യക്തതയോട് കൂടിയിട്ട് നമ്മോട് സംസാരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ നമ്മുടെ പോസ്റ്ററിലെ ആ വാക്യം എത്ര പേര് ശ്രദ്ധിച്ചു എന്നൊരു കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ദാസൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ അമേസർ നെറ്റ് ഓഫ് ആക്കി വെച്ചേക്കുമായിരുന്നു. അപ്പൊ രാവിലെ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എനിക്ക് നൽകിയ ഒരു അമേസർ വിഷയത്തിന്റെ ഒരു കൺഫർമേഷൻ കൂടിയായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ദൈവം നിവർത്തിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വാക്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ രാവിലെ ഇരുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരു കാര്യം ഇങ്ങനെ, കർത്താവ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഇരിക്കുമ്പോൾ അവരുടെ മധ്യേ എന്ത് സംസാരിക്കണം എന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇടപെടണം. ആ സമയത്ത് ആ ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അമേൻ പറഞ്ഞത് മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം എന്നൊരു കാര്യമാണ്. മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം എന്നൊരു രീതിയിലാണ് ആ ഒരു വാക്യം അമേൻ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടയാത്തിരുന്നത്. വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് പല വിഷയങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കുന്ന പല വിഷയങ്ങളുമായിരിക്കും. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽക്കാലം പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, സ്വന്തം ചെയ്യുന്നു ദൈവം തന്നെ ചിലത് വെളിപ്പെടുത്തുമ്പോൾ അതൊരു മനുഷ്യനും മറച്ചു വെക്കുവാൻ കഴിയാത്തതാണ് എന്നൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ ആ ഒരു ബോധ്യത്തോടെ നമുക്കായിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാചകം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം: രണ്ടാം പ്രാവശ്യം ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി. ജോസഫിന്റെ വംശം ഫറവോന് വെളിവായി വന്നു. അവിടെ പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് തന്നെത്താൻ ജോസഫ് വെളിപ്പെടുത്തി, അപ്പോൾ ഫറവോന് വെളിവായി വന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ആ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചു വന്ന സമയത്ത് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, ജോസഫ് അല്ലേ തന്നെത്താൻ വെളിപ്പെടുത്തിയത്, ദൈവം അല്ലല്ലോ ജോസഫിനെ വെളിപ്പെടുത്തിയത്, അപ്പൊ പുള്ളി ഒരു സെൽഫിഷ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തതാണോ എന്നൊരു ചിന്ത നമുക്ക് ഒരു പക്ഷെ വന്നേക്കാം. പക്ഷേ ആ ഒരു ഭാഗം, ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു വാക്യത്തെ ഞാൻ വായിച്ചത്. കർത്താവെ, ജോസഫിനെ തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ ആള് എന്തോ ഒരു സംഭവമായി എന്നൊരു ചിന്ത വന്നല്ലോ. അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ചൊരു കാര്യം ഇങ്ങനെയാ, മോനെ നീ ഒരു കാര്യം ചെയ്യുക, അതിന് തൊട്ട് മുമ്പുള്ള ചില കാര്യങ്ങളും കൂടെ വായിക്കുമ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതേ കാര്യം ഇന്ന് ഈ ഒരു മെസ്സേജിൽ ഇരിക്കുന്ന, മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ദൈവാത്മാവ് ഞാൻ സംസാരിക്കാം. മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പറയുന്ന വാചകത്തിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ നമ്മൾ 9-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം തൊട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണുകയാണ്. അവരുടെ ഗോത്രപിതാക്കന്മാർ അവനോട്, ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ചില അസൂയകളുണ്ട്, വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ചില ഒറ്റപ്പെടുത്തലുകളുണ്ട്, വെളിപ്പെടുന്നതിന് മുമ്പ് പറയുന്നു അവനെ വിറ്റ അനുഭവമുണ്ട്. പക്ഷെ ഈ കാര്യം ഒന്നും പലരും നോക്കാറില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും കർത്താവിന്റെ ദാസൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് ആളെ കാണത്തില്ല. പക്ഷെ ജോസഫിന്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അവൻ കടന്നുപോയ രണ്ട് പ്രധാനപ്പെട്ട മേഖലയുണ്ട്. ജോസഫിനെ കുറിച്ച് ഒത്തിരി നമ്മൾ കേട്ടതാ. എന്റെ വിഷയം ജോസഫ് അല്ല, പക്ഷെ ദൈവം ചിലതിനെ വെളിപ്പെടുത്തുന്നു എന്നൊരു ചിന്തയാണ് ഞാൻ ഇന്ന് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞ ആ വാചകം ഇങ്ങനെയാണ്, ശ്രദ്ധയോടെ വായിക്കുമ്പോൾ: അവരോട് അസൂയപ്പെട്ട് അവനെ വിറ്റുകളഞ്ഞു. അപ്പൊ നമ്മൾ ജോസഫിനോട് ചോദിക്കുക, ജോസഫെ നീ നിന്നെ വെളിപ്പെടുത്താൻ വേണ്ടി നോക്കിയ സമയത്ത് നിന്റെ സാഹചര്യം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സമയത്ത് എന്റെ പ്രിയമുള്ളവർക്ക് എന്നോട് അസൂയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന കാര്യം എങ്ങനെയാണ്, സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി, അവന്റെ അപ്പൻ അവനെ ശാസിച്ചു. അപ്പൊ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ട് എന്നിട്ട് ആ 9-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് 10-ാമത്തെ വാക്യം ഇങ്ങനെ സംസാരിക്കുകയാ: ഇതൊക്കെ സംഭവിച്ചു, എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു.
എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, സാഹചര്യമൊക്കെ ജോസഫിന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും ദൈവം അവന്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ മധ്യേ അല്ലെങ്കിൽ ദൈവം തന്നെ ജോസഫിനെ വെളിപ്പെടുത്തുവാൻ ഇടയാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിന്റെ അകത്ത് വല്ലാതെ നമ്മൾ തകർന്നിരിക്കുമ്പോഴും അതിന്റെ കൂടെ ദൈവം ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് മുഴങ്ങുന്നുവെങ്കിൽ സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മളായിരിക്കുന്ന മേഖലകളും വ്യത്യസ്തമാകുമ്പോൾ ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ ദൈവം എന്റെ കൂടെയുണ്ട്. അത് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം ഇങ്ങനെ: ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നാട്ടുകാരറിയുന്നുവെന്നല്ല, ചർച്ചുകാരറിയുന്നുവെന്നല്ല, കുടുംബക്കാരറിയുന്നുവെന്നല്ല, ഞാൻ അറിയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്കും ആ ഒരു ബോധ്യം ഉണ്ടാകണം. ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ അറിയുന്നു. അവൻ ലോകം മൊത്തം നമുക്ക് എതിരായി നിൽക്കുന്ന സാഹചര്യത്തിന്റെ അകത്തും നമുക്ക് പറയുവാൻ കഴിയണം, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമായതുകൊണ്ട് ആ 10ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ എടുത്തു പറയുന്നത്: ദൈവം അവനോട് കൂടെ ഇരുന്നു. ദൈവം ഇരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത അവിടെ കാണുക. ദൈവം കൂടെ ഉണ്ടെങ്കിൽ സകല സങ്കടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം കൂടിയാണ് നമ്മുടെ ദൈവം എന്നൊരു കാര്യം നമ്മളിൽ പലരും പലപ്പോഴും മറന്നു പോകുമ്പോൾ ഒരു കാര്യം ഞാൻ ആ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത, ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടോ, ദൈവം നമ്മളെ കാണുന്നുണ്ടോ, ദൈവം നമ്മളെ അറിയുന്നുണ്ടോ? 2025 ഡിസംബർ മാസത്തിൽ മെൻസുറൻ ചെയ്യുന്നു. ഏകദേശം 19-ാം തീയതി ആയ സമയത്താണ് ഒഡീഷയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്നത് അവിടുത്തെ ആ ഒരു കാര്യം അവസാനിപ്പിച്ച് നാട്ടിലോട്ട് കടന്നു പോകണം. ഏകദേശം ഒരു 4-5 കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമായി ജനുവരി മാസം 20-ാം തീയതിയോടുകൂടി ഞാൻ റിസൈൻ ലെറ്റർ ഇട്ടു. റിസൈൻ ലെറ്റർ ഇട്ട് അമേസോണിൽ ചെയ്തു. ഏപ്രിൽ മാസം 14-ാം തീയതി നാട്ടിലോട്ട് വരുവാനുള്ള പ്ലാൻ ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ ചിന്ത പോയത് എങ്ങനെയാ, മാർച്ച് മാസം 31-ാം തീയതി ആകുമ്പോൾ എന്റെ സാലറി കട്ടാവും. അടുത്തത് എങ്ങനെയെന്ന് അറിയത്തില്ല, ശുശ്രൂഷ കട്ടാവും. അടുത്തത് എങ്ങനെയെന്ന് അറിയത്തില്ല. അന്നും ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിന്ത പോയത് എങ്ങനെയാ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ചിന്ത എങ്ങനെയാണ്, അവൻ ഏലിയാവിനെ അയച്ചത് ദൈവമാണെങ്കിൽ, ഏലിയാവിനെ കരുതുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരുടെ അതേ വാക്ക് ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം. പ്രിയമുള്ളവരെ, ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നമ്മളെ അയച്ചതെങ്കിൽ, ദൈവം തന്നെ ചില കാര്യങ്ങളെ തെളിയിക്കുന്ന ദൈവമാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ, ഈ അമേൻഷൻ ചെയ്യുന്ന ഭക്തനായ ഏലിയാവിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിന്നെ ഞാൻ വെളിപ്പെടുത്താൻ പോകുക. പക്ഷേ ഈ അവൻ ഏലിയാവിന്റെ ജീവിതം നോക്കുമ്പോഴും 17-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ പെട്ടെന്ന് ഒരു ഇൻട്രോ കൊടുത്ത് വരികയാണ്. പെട്ടെന്ന് 17-ാം അധ്യായത്തിലോട്ട് അമേൻസുറൻ ചെയ്യുന്നു. എലിയാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇങ്ങനെ അതിന് തൊട്ട് മുമ്പുള്ള അധ്യായം വായിച്ചപ്പോൾ 16-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. ആ രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഏലിയാവിന്റെ പേരില്ല, ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ 17-ാം അധ്യായത്തിൽ ഒരു സഡൻ എൻട്രി കൊടുത്തപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഈ ഏലിയാവിന് ഒരു സഡൻ എൻട്രി ദൈവം കൊടുത്തതാണ്. പക്ഷേ എന്നാണെന്നറിയാമോ, അവന്റെ 16-ാം അധ്യായത്തിൽ അവൻ കരഞ്ഞത്, അവന്റെ 16-ാം അധ്യായത്തിൽ അവൻ ഒരുങ്ങിയത്, അവന്റെ 16-ാം അധ്യായത്തിൽ പലരുടെ അവൻ കടന്നുപോയ സാഹചര്യങ്ങൾ, ഇതിലൂടെയൊക്കെ അവൻ കടന്നു പോയത് കൊണ്ടാണ് 17-ാമത് അവന് വേണ്ടിയിട്ട് ദൈവം ഒരു അധ്യായം തുറന്നു വെച്ചത്. എന്ന് പറഞ്ഞാൽ ചില എൻട്രീസ് ഒക്കെ കർത്താവിന്റെ ദാസൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, ചിലതൊക്കെ പെട്ടെന്ന് വരുന്നത് പോലെ തോന്നും. പക്ഷേ അതിന് പുറകിൽ നമ്മൾ കൊടുക്കുന്ന വില, അതിന് പുറകിൽ നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന, അതിന് പുറകിൽ നമ്മൾ ആയിരിക്കുന്ന മേഖല, ആ മേഖലകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നൊരു കാര്യം ഇന്ന് എന്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കുമ്പോൾ ഈ ഏലിയാവ് വളരെ വേഗത്തിൽ വന്ന് രാജാവിനോട് പറയുക: രാജാവേ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ചിന്ത, ആ ഏലിയാവിന്റെ മിനിസ്ട്രി ഓപ്പൺ ആയി, ഏലിയാവിന് ഇനി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ പോവുക, ഏലിയാവിന് ഇനി ഒത്തിരി സ്റ്റേജുകൾ കിട്ടാൻ പോവുക. പക്ഷേ ഏലിയാവിനോട് ആ കാര്യം കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: മക്കളെ, നീ കാര്യമൊക്കെ ചെയ്തത് ശരിയാ, ഇനി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കെരീത്തി പോയിട്ട് കുറച്ച് നാള് നീ ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അമേൻസുറൻ ചെയ്യുന്നു. അത് നമുക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കെരീത്തി പോയിട്ട് ഒളിച്ചിരിക്കാൻ പുള്ളിക്കാരന് അമേൻസുറൻ ചെയ്യുന്നു അവിടെ എക്സ്ക്യൂസ് പറഞ്ഞില്ല. അവിടെ പുള്ളിക്കാരൻ പറഞ്ഞില്ല, അമേൻസുറൻ ഞാനൊരു പ്രവാചകനെ ഒന്നുകൂടെ വിളിച്ച് 2 കൺഫർമേഷൻ കൂടെ വാങ്ങിയിട്ട് പോകാം എന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ കാര്യത്തെ കേട്ട ഉടനെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് കടന്നു പോയപ്പോൾ 18-ാം അധ്യായത്തിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട വാക്കുകൾ ഈ മെസ്സേജിന്റെ കോർ വിഷയമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. 18-ാം അധ്യായത്തിലൂടെ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനോട് പറയുകയാണ്: നീ നിന്നെ തന്നെ ആഹാബിന്റെ മുമ്പാകെ കാണിക്കണം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്ന ഏലിയാവ്
പുറത്തു വരുന്നത് അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചുവെങ്കിൽ കൃത്യമായി ആത്മനിയോഗത്തിൽ ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കാം. ഇവിടെ ഇരിക്കുന്ന പല പ്രിയമുള്ളവരും ഒരുപക്ഷെ പല വിഷയത്തിനകത്തും മറഞ്ഞിരിക്കുന്നവരായിരിക്കാം, പല വിഷയത്തിനകത്തും വേദനയോടെ കടന്നു പോകുന്നവരായിരിക്കാം, പല വിഷയത്തിനകത്തും തകർന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ അതിന്റെ അകത്തും നമ്മെ പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ മറഞ്ഞിരിക്കേണ്ട സമയമാണ്. സഭാപ്രസംഗി പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, ചിലത് മിണ്ടാതിരിക്കുവാനുള്ള സമയമാണ്. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ പല കാര്യത്തിന്റെ അകത്തും ഉത്തരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇന്നും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലതിന്റെ അകത്തും നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ആ കാര്യം ശരിയാണ്, അതിന് എന്റെ ഭാഗത്ത് ന്യായീകരണമുണ്ട്, അതിന് എന്റെ ഭാഗത്ത് കൃത്യമായ കൺഫർമേഷനും ക്ലിയറൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ചില മേഖലകളകത്ത് നമ്മൾ മിണ്ടാതെ ഇരുന്നപ്പോൾ അമീൻസുറൻ ചെയ്യുന്നു. അതുകൊണ്ടല്ലേ ഹൃദയത്തിന്റെ അകത്ത് വലിയ രീതിയിൽ നമ്മൾ വലിയ ഭാരത്തോടെ കടന്നു പോയപ്പോൾ അമീൻസുർ ദൈവസനയിൽ ചോദിച്ചു ചോദ്യം, കർത്താവെ അങ്ങ് തള്ളിക്കളഞ്ഞു എന്ന്. സഞ്ജു സാം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക കേട്ടോ. അമീൻസുർ കഴിഞ്ഞ ചില നാളുകളായിട്ട് ദൈവസനയിൽ ചോദിച്ചുകൊണ്ടിരുന്ന സുപ്രധാനമായ ഒരു ചോദ്യം, കർത്താവെ അമേൻ സ്തോത്രം ചെയ്യുന്നു, എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ, എന്നെ മറന്നു കളഞ്ഞിരിക്കുകയാണോ, എന്റെ ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങൾ ഒത്തിരി അനവധി ഞാൻ കേട്ടിട്ടും അതിനകത്ത് യാതൊരു മാറ്റവും കടന്നു വരാതെ വണ്ണം അങ്ങനെ കടന്നു പോകുകയാണോ എന്ന് കർത്താവിന്റെ ദാസി പലപ്പോഴും ചോദിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദാസിയോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. അല്പസമയത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോട് കൂടിയിട്ട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന്. ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളകത്ത് കർത്താവിന്റെ ദാസിയെ അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ കാര്യം വ്യക്തതയോടെ താങ്കളോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പലപ്പോഴും അമേൻ സ്തോത്രം ചെയ്യുന്നു, ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞുപോയ ആ സാഹചര്യത്തിന്റെ അകത്ത്, ആ ഒരു കെരീത്തിന്റെ അകത്ത് പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യം, കർത്താവെ അവസാനിച്ചു എന്ന തോന്നുന്നത്, മുന്നോട്ട് പോകുവാൻ വഴികളൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാസിയോട് കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. അല്പകാലത്തേക്ക് ഉപേക്ഷിച്ചുവെങ്കിലും അതിനുശേഷമായി ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവം ചിലത് വെളിപ്പെടുത്തുന്ന ആ സമയവും വളരെ അടുത്തിരിക്കുന്നുവെന്ന കൃത്യതയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ദാസിയോടുള്ള ബന്ധത്തിൽ പൊതുവായിട്ട് ആ ഒരു കാര്യത്തെ ഇങ്ങനെയൊന്ന് വചനത്തിലൂടെ കണക്ട് ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യം 25-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് അവിടെ സുന്ദരമായ ഒരു വാചകം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയണം, സദൃശ്യവാക്യം 25:2 ചില കാര്യം ദൈവം മറച്ചു വെച്ചതാണെങ്കിൽ അതിനകത്തൊരു മഹത്വമുണ്ട്. ചില കാര്യങ്ങളെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന പല പ്രിയമുള്ളവരോടും ഉത്തരം കിട്ടാത്ത പല പ്രാർത്ഥനകളുമായിട്ട് കാലാകാലങ്ങളായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ ചോദിച്ച ഒരു ചോദ്യമാ, കർത്താവെ ഇനിയെങ്കിലും അതിന് ഉത്തരം കിട്ടുമോ? പക്ഷേ അതിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മിണ്ടാതിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞതിന് ശേഷമായിട്ട് സംസാരിക്കുവാനുള്ള ഒരു കാലമുണ്ട് എങ്കിൽ സഭാപ്രസംഗിയിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ നിയമം ശാശ്വതമാകുന്നു എന്ന് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. എന്റെ പ്രിയമുള്ളവരോട് അതേ കാര്യം ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്നത് ശാശ്വതമായ കാര്യമാണ്. ദൈവം ചെയ്യുന്നത് അത് ദൈവികമായ പദ്ധതിയിലുള്ള കാര്യമാണ്. എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് താഴെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാ, അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല. ദൈവിക പദ്ധതി അങ്ങനെയാ. ദൈവിക പദ്ധതികൾ ആ ഒരു നിലവാരത്തിൽ ആയിരിക്കുമ്പോൾ, ദൈവികമായ ആ ഒരു നിലവാരത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. എന്നാണെന്നറിയാമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അമേൻസ്വരം ചെയ്യുന്ന പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ, അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു മഹത്വം ചലിക്കുന്ന ഒരു സമയമുണ്ട്. അമേൻസ്വരം ചെയ്യുന്നു ആ കാര്യങ്ങൾ അതേ നിലവാരത്തിൽ തന്നെ നടക്കുമെന്ന് കൃത്യതയോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് താഴെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ. ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകൾ നമ്മൾ ചോദിച്ചത് ആ കാലം എപ്പോഴാ എന്ന്, ആ കാലം ഇനി നടക്കുമോ എന്ന്. ജോസഫും ഇതുപോലെ തന്നെ ഇരുന്ന സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു ചോദ്യവാ, കർത്താവെ സഹോദരന്മാരുടെ മുമ്പാകെ ഞാൻ വലിയ സാക്ഷിയൊക്കെ പറഞ്ഞു വന്നതാ, പക്ഷെ എന്നെ വെളിപ്പെടുത്തുവാൻ ഒരു സമയം ഇതുവരെയും വന്നില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഭാഗത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവിനോട് ദൈവം പറഞ്ഞ കാര്യം, ഏലിയാവെ നീ ആഹാബിന് മുമ്പാകെ നിന്നെ തന്നെ കാണിക്കാം. അതിനുശേഷമായിട്ട് ആ അധ്യായത്തിന്റെ താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യഹോവ അരുളി ചെയ്തതുപോലെ ചെയ്യുന്നു, അവൻ തന്നെത്താൻ കാണിച്ചു എന്നൊരു കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളായിട്ട് നമ്മളെ കാണിക്കുവാൻ പോകുന്ന ചില മേഖലകളെ ഇന്ന് മാറ്റിവെക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മളായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാറ്റുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരുടെ കൃത്യതയോടെ സംസാരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ, അതിനെ ഏറ്റെടുക്കുന്ന പ്രിയമുള്ളവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്തെന്നറിയാമോ?
2025 ജൂലൈ മാസം തൊട്ടിട്ടാണ് ഓരോ മാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിയോഗം നൽകിയത്. ആമേൻ സ്വരം ചെയ്യുന്നു. 7ാമത്തെ മാസമായി ജൂലൈ മാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതൊരു വിശാലത നൽകുന്ന മാസമാണ് എന്ന് ആമേൻ സ്വരം ചെയ്ത് ദൈവാത്മാവ് സംസാരിച്ചത് എന്റെ ജീവിതാനുഭവത്തിൽ ആ ഒരു കാര്യത്തെ ഇങ്ങനെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ ഒരു സെക്കൻഡ്, എന്റെ ജീവിതത്തിനകത്ത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ, ഒഡീഷയിൽ നിന്ന് കടന്നു വന്ന ആ സാഹചര്യത്തിന്റെ അകത്ത് എനിക്ക് പ്രിയമുള്ളവരെ അന്ന് യാതൊരു ഓപ്പർച്യൂണിറ്റീസും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് മെയ് മാസം 29-ാം തീയതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കാനിടയായി തീർന്നു. അവിടെ നിന്ന് നീ വന്നതിന് ശേഷമായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ് നടക്കുന്ന മാസമായിട്ട് 7ാമത്തെ മാസം മാറും. അതിന് കൃത്യമായി ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ആമേൻ സ്വരം ചെയ്യുന്നു. ജനമൊക്കെയും ആമേൻ സ്വരം ചെയ്യുന്നു യെരൂശലേമിന്റെ അരികെയുള്ള ആ ഒരു വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു കൂടിയത് 7ാമത്തെ മാസമാണ്. ആ വാക്ക് മാത്രമാണ് ഞാൻ കണ്ടത്. ആ വാക്കിനെ അന്ന് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു കാര്യമുണ്ട്. അന്ന് എന്റെ മുന്നിൽ യാതൊരു ഓപ്പർച്യൂണിറ്റീസും, ഓൺലൈൻ മീറ്റിംഗുകൾ ഇഷ്ടംപോലെ നടക്കുന്നു, ഒഡീഷയിൽ നിന്ന് വന്നു കഴിഞ്ഞു, അടുത്തത് എങ്ങനെയെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ആ വാക്കിനെ വിശ്വാസത്താൽ ഏറ്റെടുത്തപ്പോൾ ജൂൺ മാസം 10-ാം തീയതി തൊട്ടിട്ട് ഇന്ന് ഈ സമയം വരെയും ദൈവത്തിന്റെ കൃപയാൽ ദൈവം അത്ഭുതകരമായ ചില വഴികളെ തുറന്ന് നൽകിയ സമയത്ത് ആ വാക്കുകളെ അതേ രീതിയിൽ തന്നെ ഞാൻ ഇങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. എന്നറിയാമോ? വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ ഇരുന്ന സമയത്താണ് ഓഗസ്റ്റ് മാസത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത. ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ചിലതിനെ ദൈവം അവൻ പുറത്ത് കൊണ്ടുവരുന്നതും ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ചിലതിനെ വെളിപ്പെടുത്തുന്നതുമായ മാസമായിട്ട് മാറും. ആ ദൂത് എന്റെ പ്രിയമുള്ളവരോട് ഇന്ന് പകൽക്കാലം ഞാൻ കൈമാറുന്ന സമയത്ത് അമേശ്വരം ആ കാര്യത്തെ വചനത്തിലൂടെ തന്നെ തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലഘട്ടം വരെ അമേശ്വരം അടഞ്ഞിരുന്ന ആ മനുഷ്യനെ, അമേശ്വരം ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ അടച്ചു വെച്ചതിന് ശേഷമായിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു വാചകം ഇങ്ങനെ നോഹയോടുള്ള ബന്ധത്തിൽ അങ്ങനെ കാണുവാൻ സാധിക്കുക. നോഹയോടുള്ള ബന്ധത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അവന്റെ തലമുറയിൽ ആ മനുഷ്യൻ നീതിമാനായിരുന്നു. നീതിയില്ലാത്ത ഒത്തിരി പ്രിയമുള്ളവരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ദൈവം നീതിയുള്ള ആ മനുഷ്യനെ തെരഞ്ഞെടുത്തപ്പോൾ ആ കുടുംബത്തിലൂടെയുള്ള ദൈവിക പ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷമായിട്ട് അത് പുറപ്പാട് പുസ്തകത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ മോശ എന്ന് പറയുന്ന ഒരു പൈതലിനെ കുറിച്ച് പറയുകയാണ്. 3 മാസം അതിനെ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷമായിട്ട് അടുത്തൊരു വാക്ക്, അത് ഇന്ന് ഇവിടെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും അത് ആത്മാവിൽ കൃത്യമായ നിയോഗത്തിൽ ഞാൻ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. എന്തെന്നറിയാമോ? ആ വാക്ക് 3 മാസം ഒളിച്ചു വെച്ചു. അതിനുശേഷമായി ഒളിച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു സമയം വന്നു എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാൻ പോകുന്നത് അതാ. പ്രിയമുള്ളവരെ, സത്യസന്ധമായിട്ടാണ് നമ്മൾ നിന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നിന്നതെങ്കിൽ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥനയോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. എന്നറിയാമോ? ചില വിഷയത്തിനകത്ത് ഇനി മറച്ചു വെക്കുവാൻ കഴിയാതെ വണ്ണം, ചില വിഷയത്തിനകത്ത് ഇനി ഒളിച്ചു വെക്കുവാൻ കഴിയാതെ വണ്ണം ചിലർ പുറത്തു വരുന്ന, ചിലതിനെ വെളിപ്പെടുത്തുന്ന മാസമായിട്ട് 8ാമത്തെ മാസം മാറുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യതയോടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി എങ്ങനെയാണ് അതിൽ ഞാൻ പുറത്തോട്ട് വരിക? ഇനി എങ്ങനെയായിരിക്കും എന്നെ വെളിപ്പെടുത്തുന്നത്? ഈ സാഹചര്യം വചനത്തിലൂടെ തന്നെ തെളിയിച്ച് മുന്നോട്ട് പോകുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. 6-ാം അധ്യായത്തില ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 1-ാമത്തെ കാര്യം ഇങ്ങനെയാണ്. അവൻ വിതച്ചിരുന്നപ്പോൾ അമേൻ സ്വരം ചെയ്യുന്നു, ആ വിളവിനെ എടുത്തു കൊള്ളുവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വരികയാണ്. അവർ വന്ന് അമേൻ സ്വരം ചെയ്യുന്നു സകലതും നശിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ്. ആ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് താങ്കളുടെ പേര് വ്യക്തിപരമായി വിളിച്ചു പറയുന്നില്ല എങ്കിലും നമ്മളിൽ പലരും കടന്നു പോകുന്ന സാഹചര്യം തന്നെയാണ്. 1-ാമത്തെ കാര്യം, അവർ വിതച്ചിരുന്നു. 2-ാമത്തെ കാര്യം, അവരുടെ നേരെ വരും. നമ്മളും അങ്ങനെയാ. ചില കാര്യങ്ങൾ വിതച്ചിട്ടുണ്ട്, പക്ഷെ ചില വിഷയങ്ങൾ നമ്മുടെ നേരെ തുടർമാനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിഷയത്തിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോകുമ്പോൾ മാനസികമായിട്ട് അവിടെയാണ് ഏറ്റവും അധികം നമ്മൾ തകർന്നു പോയത്. തുടർമാനമായി വന്ന ആ വിഷയത്തിനകത്താണ് പലപ്പോഴും നമ്മുടെ ആശകൾ പോലും അറ്റ് പോയത്. അതിനുശേഷമായി കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, വിതച്ചിരുന്നു, അവരുടെ നേരെ വരും, വിള നശിപ്പിക്കും. വിള നശിപ്പിച്ചതിന് ശേഷമായിട്ട് അടുത്തൊരു വാക്ക് ഇങ്ങനെയാ പറയുന്നത്, ഒന്നും ശേഷിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇന്ന് അങ്ങനെയാണോ പ്രിയമുള്ളവരെ? ഒന്നും ശേഷിക്കാത്തൊരു അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നത്? അതിനുശേഷമായിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഏറ്റവും ക്ഷയിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ അമേൻ സ്വരം ചെയ്യുന്നു, അതിന് പിന്നെ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്നത് പോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില പ്രിയമുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇടപെടുക. ഏറ്റവും ക്ഷയിച്ച ആ വിഷയമുണ്ടല്ലോ, ഏറ്റവും ഭാരപ്പെടുന്ന ആ വിഷയമുണ്ടല്ലോ, ഏറ്റവും വേദനിപ്പിക്കുന്ന ആ മേഖലയുണ്ടല്ലോ, ഏറ്റവും തകർന്ന ആ മേഖലയുണ്ടല്ലോ, അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഏറ്റവും ക്ഷയിച്ചു പോയി എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും.
സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആ സാഹചര്യത്തിൽ വ്യത്യസ്തമായ സാഹചര്യം, അവിടെയാണ് അമേശ്വർ ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം വിളിക്കുന്നത്. എന്നിട്ട് അവനോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. അതിന്റെ 16ാമത്തെ വാക്യത്തിലൂടെ വരുമ്പോൾ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അമേശ്വർ ചെയ്യുന്നു. അവനെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാത്തൊരു സാഹചര്യമാണ്. അവൻ വല്ലാതെ ഒറ്റപ്പെട്ട് കടന്നുപോയ ഒരു സാഹചര്യമാണ്. അതിനകത്ത് ദൈവം തന്നെ വന്ന് പറയുക, ഗിദയോനെ, നീ ഒറ്റയ്ക്കാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ നിന്റെ കൂടെ ഇരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന്. ഇവിടെ ഇരിക്കുന്ന പല പ്രിയമുള്ളവരും അത്തരത്തിലുള്ള ചില പ്രത്യേകമായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അമേശ്വർ ചെയ്യുന്നു, ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കും. മിനി എബ്രഹാം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ജീവിതത്തിന്റെ ചില ഏകാന്തതകളിൽ, ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിൽ ചോദിച്ചു പോയ ഒരു ചോദ്യമാണ്, കർത്താവെ, എന്നെ ചേർത്ത് പിടിക്കുവാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ചേർത്ത് പിടിക്കുവാൻ ആരെങ്കിലും ഒക്കെ വന്നിരുന്നെങ്കിൽ അമേശ്വർ ഞാൻ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുകയില്ലായിരുന്നു എന്ന് പലപ്പോഴും ഹൃദയത്തിൽ പറഞ്ഞ വാക്കുകൾ ദൈവസന്നിധിയിൽ നിന്ന് അമേശ്വരം ചെയ്യുന്ന ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഇടപെടുക. അമേശ്വരം, ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന്. പലപ്പോഴും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ പല പ്രിയമുള്ളവരും മാറിപ്പോയപ്പോൾ, കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച പല പ്രിയമുള്ളവരും അകന്നു പോയപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ മാതാവിനോട് വ്യക്തതയോടുകൂടി സംസാരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സാഹചര്യത്തിന്റെ മധ്യേ, ആ വേദനയുടെ മധ്യേ, ആ ചോദ്യത്തിന്റെ മധ്യേ, ആ വിഷമതയുടെ മധ്യേ, അവൻ കടന്നുപോയ ആ പ്രത്യേകമായ മേഖലയുടെ മധ്യേ കൂടെ ഇരിക്കുന്ന ആ ദൈവം ഇന്ന് പകൽക്കാലം പ്രിയ മാതാവിനോട് ഇടപെടുകയാണ്. അമേശ്വരം ചെയ്യുന്നു, കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച പലരും മാറിപ്പോയത്. അതുകൊണ്ടാണ് ഇന്ന് ഹൃദയം ഏറ്റവും അധികം കലങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേശ്വരം ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ, അമേശ്വരം ഗിദയോന് സാഹചര്യം വ്യത്യസ്തമാണ്. ആരെങ്കിലും ഒക്കെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ തളർന്നു പോകത്തില്ലായിരുന്നു. പ്രിയ മാതാവിനോട് തന്നെ കൃത്യമായ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. പലപ്പോഴും അങ്ങനെ ചോദിച്ചത്, കർത്താവെ, ആരെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ. അത് അവൻ വചനത്തിലൂടെ തന്നെ തെളിയിച്ചാൽ അമേശ്വരം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിലാണെങ്കിലും ആ ഒരു കാര്യത്തിൽ പൊതുവായിട്ട് കൂടെ ഒന്ന് കണക്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സങ്കീർത്തനങ്ങളിൽ കാണുന്ന ഒരു സുന്ദരമായ ഭാഗം ഇങ്ങനെയാണ്. അതിന്റെ 63-ാം അധ്യായത്തിലൂടെ വരുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. സോറി, ആ റെഫറൻസ് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, എന്നെ ചേർത്ത് പിടിക്കുവാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിന്റെ 69-ാം അധ്യായത്തിലാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, 19-20 വാക്യങ്ങളിൽ പറയുന്നു, എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു, എന്റെ വൈരികൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ പ്രിയ മാതാവേ. പ്രിയമുള്ളവരോട് എല്ലാവരോടും പൊതുവായിട്ട് ആ വാക്യത്തെ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിൽ പലരും കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിന് 20-ാമത്തെ വാക്യം പറയുന്നു, നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ഇതിനകത്ത് അങ്ങനെയാ, പല പ്രിയമുള്ളവരും ഏറ്റവും വിഷാദിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ഏറ്റവും ക്ഷയിച്ചു പോയ ചില വിഷയങ്ങളുണ്ട്, ഏറ്റവും വേദനപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രിയ മാതാവിനോട് തന്നെ ദൈവാത്മാവ് ഇടപെടുക. ഏറ്റവും വിഷാദിച്ച ആ വിഷയത്തിനകത്ത് പലപ്പോഴും പ്രതീക്ഷകൾ പോലും അവസാനിച്ചത്. അന്നാണ് പലപ്പോഴും ദൈവസന്നിധി ചോദിച്ചത്, കർത്താവെ, ഈ വിഷാദത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാ പുറത്തോട്ട് വരിക? പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രിയ മാതാവിനോട് സംസാരിക്കുകയാ. അതെ, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അമേൻ പറഞ്ഞു, കൂടെ ഇരിക്കുന്ന ആ ദൈവം അവൻ ഒരിക്കലും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഗിദയോനെ, നിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. അമേശ്വർ, നിന്റെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ മുന്നോട്ടേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് അടുത്ത വാക്ക് നമ്മളിൽ പലരും കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നറിയാമോ? വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. നമ്മളും അങ്ങനെയാ. വല്ലവരും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന്, വല്ലവനും നമ്മളോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറയുമെന്ന് അമേശ്വർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ തകർന്നു പോയ സാഹചര്യത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച പല പ്രിയമുള്ളവരും ഉണ്ടാകും കേട്ടോ. കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. പ്രിയ റോയ് പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇങ്ങനെയാ. അമേശ്വർ ചെയ്യുന്നു, പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി നിന്നതാ. പക്ഷെ നമ്മളൊരു ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ആരും ചേർത്ത് പിടിക്കുവാൻ ഇല്ലാതെ കടന്നുപോയ ആ സാഹചര്യം, അത് ഇന്നോളം അമേശ്വർ ഓർക്കുന്ന സമയത്ത് അമേശ്വർ നമ്മൾ ചിന്തിച്ച ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ആരെങ്കിലും ഒരാളൊക്കെ ഒന്ന് നമ്മളോടൊരു സഹതാപം കാണിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരാൾ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന്. അത്തരത്തിലെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പല പ്രിയമുള്ളവരും ഇതിനകത്ത് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അടുത്തൊരു വാക്കിലൂടെ ആ ഒരു കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് കൺഫേം ആയി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ഏറ്റവും വിഷാദിച്ചിരുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. അടുത്ത വാക്ക്, ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. അമേശ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അങ്ങനെയാ, ആശ്വാസ വാക്കുകൾ ഇല്ലാതെ കടന്നു പോകുന്ന ചില പ്രത്യേകമായ തലങ്ങൾ. അതിനെ ഞാൻ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് തോബ് എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇബ്താഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവനെ ഒരു പ്രത്യേകമായ മേഖലയിൽ നിന്ന് നീക്കിക്കളഞ്ഞപ്പോൾ അവന് അന്ന് പറയുവാൻ പ്രത്യേകമായിട്ട് ഉത്തരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ അവിടെ അമേശ്വർ 11-ാം അധ്യായം ന്യായാധിപന്മാരിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അവൻ തോബ് എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് കടന്നുപോയി. ആ തോബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നല്ലത് എന്ന്. കഴിഞ്ഞ ദിവസം നിലമ്പൂര് ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നുപോയ സമയത്ത് ഒരു വീട്ടിലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇങ്ങനെ കടന്നുപോയി. അപ്പൊ ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യം ഇങ്ങനെയാ, ഞങ്ങള് ചില പ്രിയമുള്ളവർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഒരു മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ദൈവാത്മാവ് സംസാരിച്ചു, ആ മാതാവിനെ ചൂണ്ടിയിട്ട് പറയണം,
നിങ്ങളുടെ തോബ് എന്ന് പറയുന്നത് ആ റൂമിലെ കിടക്കയാണെന്ന്. ആ സമയത്ത് എനിക്കത് വ്യക്തമായില്ല. എന്നാ സംഭവം എന്ന് വെച്ചാൽ ആ കിടക്കയിലിരുന്നായിരുന്നു ആ മാതാവ് കരഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പലപ്പോഴും കരയുന്ന നമ്മുടെ തോബ് ഒരുപക്ഷെ നമ്മൾ കുളിക്കുന്ന നമ്മുടെ ബാത്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അമൻസും നമ്മൾ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ആരും കടന്നു വരികയില്ല എന്ന് ചിന്തിക്കുന്ന ചില പ്രത്യേകമായ മേഖലകളായിരിക്കാം. പക്ഷെ അതിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം ആ തോപിന്റെ അകത്തും ഇറങ്ങി വരുവാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടി സംസാരിക്കുമ്പോൾ നീക്കിക്കളഞ്ഞ ചില മേഖലകൾ നിമിത്തമായി വലിയ ഹൃദയഭാരത്തിലൂടെ ആ മനുഷ്യൻ കടന്നുപോയപ്പോൾ അവൻ കടന്നുപോയത് തോബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമുക്കൊരു തോപ്പുണ്ട്. അതാണ് നമ്മുടെ യേശുവിന്റെ മാർവ് എന്ന് പറയുന്നത്. എത്ര വലിയ സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമാണെങ്കിലും, എത്ര വലിയ അവസ്ഥകൾ നമുക്ക് വിപരീതമാണെങ്കിലും, അമേൻ പറഞ്ഞ വലിയ പ്രതികൂലത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക ഒരു തോപ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ തോപിന്റെ അകത്ത് നിന്ന് പുറത്തു വന്ന അമേൻ സ്വതന്ത്രം ചെയ്യുന്നു ആ മനുഷ്യനെ പിന്നീട് കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അവൻ ആ തോപിന്റെ അകത്ത് കുറച്ചുനാൾ പാർത്തു. തോപ് അല്പസമയത്തേക്കുള്ളതാ. പക്ഷെ അതിനുശേഷമായി പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ദൈവം അവനെ അവരുടെ സഹോദരന്മാരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. അവർ അമേൻ സ്വരം അവന് വിപരീതമായി നിന്നതാ, നീക്കിക്കളഞ്ഞവരാ. നീക്കിക്കളഞ്ഞപ്പോ അന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റെജി കെ എസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക, അച്ഛാ ചില വിഷയത്തിനകത്തൊക്കെ അമേൻ സ്വരം പറയുവാൻ പോലും കാരണങ്ങളില്ലാതെ വണ്ണം, അവൻ ഉത്തരങ്ങളില്ലാതെ വണ്ണം ചില വിഷയത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടി സംസാരിക്കുകയാ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോട് കൂടിയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അമേൻ സ്വരം ഇന്ന് ഹൃദയത്തിനകത്ത് മുഴങ്ങുന്ന ഒരു ചോദ്യം എങ്ങനെയാ, കർത്താവേ അതിന് ഞാൻ എങ്ങനെയാ ഉത്തരം പറയുക, ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ അവിടെ സംസാരിക്കുക. അങ്ങനെ കടന്നുപോയ ചില അനുഭവത്തിന്റെ അകത്ത് വലിയ വേദനയോട് കൂടിയിട്ട് ഇന്ന് ഈ മീറ്റിംഗിനകത്ത് ഇരിക്കുമ്പോൾ ഇബ്താഹിന്റെ ഒരു പ്രത്യേകത താങ്കളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാ, അന്ന് നീക്കിക്കളഞ്ഞപ്പോ ആ മനുഷ്യന് പറയുവാൻ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒന്നും പറയാതെ കടന്നുപോയി. അങ്ങനെയാ അച്ഛ ചില മേഖലകളകത്ത് തല കുനിച്ച് കടന്നു പോയതെന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ താങ്കൾ എവിടെ നിന്നാ ജോയിൻ ചെയ്തതെന്നോ ഏത് അമേൻസോർ ഫീൽഡിലാണെന്നുള്ള കാര്യം ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസനോട് ഇടപെടുക. അങ്ങനെ ഉത്തരം മുട്ടിപ്പോയ ചില സാഹചര്യത്തിനകത്ത് തല കുനിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വന്ന സാഹചര്യത്തിനകത്ത് ഇന്നും ഒരു കുറ്റബോധമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമായിട്ട് ഈ തോപിലിരുന്ന അമേൻസോർ ഇബ്താഹിനെ തേടി ചിലർ വരികയാണ്. അമേൻസോർ അവർ വന്ന സമയത്ത് എവിടെയാണോ അവനെ മാന്യത നീക്കിക്കളഞ്ഞത് അവിടെ തന്നെ അവനെ മാന്യതയിലൂടെ അവൻ കൊണ്ടുവന്നതുപോലെ ദൈവം താങ്കളെ വെളിപ്പെടുത്തുന്ന ഒരു സമയം അടുത്തിരിക്കുന്നുവെന്ന് കൃത്യതയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അന്ന് താങ്കൾ ഉത്തരം പറയേണ്ട കാര്യമില്ല, താങ്കളുടെ സാക്ഷ്യമായിരിക്കും അനേകർക്ക് ഉത്തരമായി മാറുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടി സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ ദൂതനെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയങ്ങളോട് ഇങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാ. നമ്മുടെ ചില തോപിന്റെ അനുഭവങ്ങളില്ലേ, നമ്മുടെ ചില വേദനയുടെ അനുഭവങ്ങളില്ലേ, നമ്മുടെ ചില ചോദ്യത്തിന്റെ അനുഭവങ്ങളില്ലേ, ആ ചോദ്യത്തിന്റെ അനുഭവം തന്നെയാണ് നാളുകളിൽ അനേകരുടെ മുമ്പാകെ സാക്ഷ്യമായിട്ട് മാറുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ വെളിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ടൈം പീരീഡ് അത് വല്ലാത്തൊരു ടൈം പീരീഡ് ആകട്ടോ. അമേൻസ്രം ആ ഒരു കാര്യത്തെ വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് താൻ വാഗ്ദത്തം കേട്ടിട്ടാണ് ആമേൻ റോമയിലോട്ട് കടന്നു പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ 4 പ്രധാനപ്പെട്ട കാറ്റുകൾ അവന്റെ ജീവിതത്തിൽ അടിക്കുകയാണ്. ഒന്നാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്, രണ്ടാമത്തെ കാറ്റ് വിരോധമായ കാറ്റ്, മൂന്നാമത്തെ കാറ്റ് അലയിപ്പിക്കുന്ന കാറ്റ്. ഈ 3 കാറ്റടിച്ചപ്പോൾ ആള് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു കാറ്റടിച്ചു. ആ കാറ്റിന്റെ പ്രത്യേകത വല്ലാത്ത കൊടുങ്കാറ്റ് എന്ന, അതാ 20-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇങ്ങനെ, വളരെ കാലമായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും അമേശം എന്ന് പറഞ്ഞിട്ട് പറയുക ഞങ്ങളുടെ ആശയൊക്കെയും അറ്റുപോയെന്ന്. ഇന്ന് ഇതിനകത്ത് ആശ അറ്റുപോയ ചില വിഷയത്തിലൂടെ കടന്നു പോകുന്ന പല പ്രിയമുള്ളവരും എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യതയോടുകൂടി സംസാരിക്കുക കേട്ടോ. അമേൻ ജിജി തമ്പി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ആ വിഷയത്തിനകത്ത് ആശ അറ്റുപോയെന്ന ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് ഇനിയും പുറത്തു വരുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രധാനമായ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിന്റെ അകത്ത് ഒരു ക്രൂഷ്യലായ വിഷയത്തിന് വേണ്ടിയിട്ട് ദീർഘനാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മറുപടി വരാതെ വണ്ണം വലിയ രീതിയിൽ അമേൻ സുറിഞ്ഞത് മാനസികമായി തകർന്നിരിക്കുമ്പോൾ ദൈവസനെ ചോദിച്ചു ചോദ്യം, കർത്താവെ ഈ ആശ അറ്റുപോകുകയാണല്ലോ, പക്ഷെ അതിന്റെ അകത്ത് അമേൻ ഭക്തനായ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനോട് ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ ആ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, ആശ അറ്റുപോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പ്രിയ മാതാവേ ശ്രദ്ധയോടെ കേൾക്കണമേ, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാ, ആ
കാലം കഴിഞ്ഞതിന് ശേഷമായി അവർ പട്ടിണി കിടന്ന ഒരു ദിവസത്തിന് ശേഷമായിട്ട് പൗലോസ് എഴുന്നേറ്റ് നിന്നു. പ്രിയ മാതാവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ വിളിക്കുക. ആ സാഹചര്യത്തിന്റെ മധ്യേ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ വേദനയുടെ മധ്യേ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ ചോദ്യത്തിന് മധ്യേ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. താങ്കൾ എഴുന്നേറ്റ് നിന്നാൽ താങ്കളുടെ കുടുംബത്തിന്റെ അകത്ത് പോലും വലിയ ദൈവിക പ്രവൃത്തികൾ നടക്കും. അതുകൊണ്ട് പ്രിയ മാതാവെ, താങ്കളെ ആ വിഷയത്തിനകത്ത് മാനസികമായി വല്ലാതെ തകർത്തി കളഞ്ഞത്, മാനസികമായി വല്ലാതെ ആശ പോലും അറ്റുകളഞ്ഞത്, എന്നാൽ അതിന്റെ അകത്ത് ദൈവാത്മാവ് വ്യക്തതയോടുകൂടി പ്രിയ മാതാവിനോട് സംസാരിക്കുകയാ. താങ്കളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഒരു മഹത്വം വെളിപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ പലപ്പോഴും വീണ് പോയതാ, പലപ്പോഴും തകർന്നു പോയതാ. പക്ഷേ ഒരു കാര്യം കൂടെ ദൈവാത്മാവ് താങ്കളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ചതഞ്ഞ ഓടയെ ഒടിക്കാത്തൊരു ദൈവം കേട്ടോ. ജീവിതത്തിന്റെ അകത്ത് പലപ്പോഴും ചതഞ്ഞു പോയതാ, വലിയ നിലവിളികളിലൂടെ കടന്നു പോയതാ. പക്ഷെ അതേ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. എന്താ പ്രത്യേകത? ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കരഞ്ഞതാ, ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒടിഞ്ഞതാ. പ്രിയ മാതാവെ, ജീവിതത്തിനകത്ത് അത്തരത്തിലെ ചില പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതിന്റെ അകത്ത് ആശ അറ്റുപോയ ആ വിഷയത്തിനകത്ത്, പ്രതീക്ഷ അവസാനിച്ച ആ വിഷയത്തിനകത്ത് ഇന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും ദൈവാത്മാവ് ആ കാര്യത്തിൽ ഇങ്ങനെ തന്നെ സംസാരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നില്ലേ? ഇത്രയും കാലം നമ്മൾ തകർന്നു പോയിട്ടും, നമ്മൾ വേദനയോടെ കടന്നു പോയിട്ടും, അതിന്റെ മധ്യ പിടിച്ചു നിന്നപ്പോൾ പറഞ്ഞൊരു കാര്യമില്ലേ, ദൈവം കരുതുമെന്ന്. അങ്ങനെയെങ്കിൽ ഇനിയും അതേ ചിന്തയോടുകൂടി കടന്നു പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ജീവിതത്തിന്റെ ഏതൊക്കെയോ സാഹചര്യത്തിന്റെ അകത്ത് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ആ മേഖലയെ നോക്കി ആത്മാവിൽ ഇന്ന് പ്രഖ്യാപിക്കണം, ചിലത് വെളിപ്പെട്ട് വരുവാനുള്ള സമയം അടുത്തിരിക്കുകയാ, ചിലത് പുറത്തു വരുവാനുള്ള സമയം അടുത്തിരിക്കുകയാ. ഇനി ദീർഘനാള് ഒളിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്ന് ആത്മാവിൽ അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ദൈവവചനം വിളിച്ചു പറയുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ തുറന്ന് സംസാരിക്കാം. ആശ അറ്റുപോയ വിഷയത്തിനകത്ത് ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 25-ാമത്തെ വാക്യം, എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ. അമേശ്വരൻ, കർത്താവെ, അരുളി ചെയ്ത കാര്യങ്ങളെ അങ്ങ് നിവർത്തിക്കണം. ആഷ്ലി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. അമേശ്വരൻ, 2023 തൊട്ട് താങ്കളുടെ ജീവിതത്തിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്തത്വങ്ങൾ, ആ വാക്തത്വങ്ങളുടെ നിവർത്തീകരണം ഇന്നും നടക്കാതെ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ അകത്ത് ചോദിച്ച ഒരു ചോദ്യം, കർത്താവെ, ഇനി എങ്ങനെയാ വഴി പോലും അടഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ മധ്യേ മുന്നോട്ടേക്ക് കടന്നു പോകാനുള്ള യാതൊരു മേഖലയും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൻ ചില എക്സ്പയറി ഡേറ്റിൽ ഇരിക്കുന്ന ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇടപെടുക കേട്ടോ. ആ എക്സ്പയറി ഡേറ്റ് കിടക്കുന്ന വിഷയത്തിനകത്ത് താങ്കൾക്ക് ഒരു പെർമിഷൻ ഗ്രാൻഡഡ് ആക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ലോകം ഇന്ന് താങ്കൾക്ക് ഇട്ടിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് അത് കഴിയാതായിരിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. താങ്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് ദൈവത്തിന്റെ പദ്ധതിയാണ് എങ്കിൽ ഒരു മാനുഷിക ചിന്തകൾക്കും ഒരു മാനുഷിക മേഖലകൾക്കും അതിനെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന വ്യക്തതയോടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ആ വചനത്തെ ഇങ്ങനെ തന്നെ ഞാൻ ദാസിയോടുള്ള ബന്ധത്തിൽ അവൻ വ്യക്തതയോടെ സംസാരിക്കാം. അത് കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ ദാസിയുടെ പേര് തന്നെ പറയുക. അവിടെ പറയുവോ, പൗലോസെ, അമേശം ഭയപ്പെടരുത്. പ്രിയ ആഷ്ലി സിസ്റ്ററെ, ഭയപ്പെട്ട് പോകല്ലേ കേട്ടോ, അധൈര്യപ്പെട്ട് പോകല്ലേ കേട്ടോ. പലതിന്റെ അകത്തും അധൈര്യപ്പെട്ട് പോകുമ്പോൾ, പലതിന്റെ അകത്തും തകർന്നു പോകുമ്പോൾ, പലതിന്റെ അകത്തും ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കും, എന്നോട് അരുളി ചെയ്തത് തന്നെ നടക്കും. അമേശം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ, കർത്താവിന്റെ ദാസിയെ ഇന്ന് പകൽക്കാലം പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറ, അരുളി ചെയ്തത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതിനത്ര അഷ്യൂറൻസ് ഇല്ല. എന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പില്ല. പക്ഷെ അതിന്റെ ഇടയിൽ പറയുന്നൊരു വാക്കുണ്ട്, എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകത്തില്ലെന്ന്. അത് ഏതാണോ അരുളി ചെയ്തത്, ഏതാണോ കേട്ടത്, ദൈവജനം അല്പനിമിഷങ്ങൾ അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ടെന്ന് അവൻ ഹൃദയത്തിന്റെ അകത്ത് ഇങ്ങനെ അവൻ പറയുവാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞാട്ടെ, എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കും, എന്നോട് പറഞ്ഞത് തന്നെ സംഭവിക്കും. എന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ചില പ്രത്യേകമായ മേഖലകളകത്തൂടെ കടന്നു പോകുമ്പോൾ വലിയ ചോദ്യചിഹ്നമാകുമ്പോൾ ആ വിഷയത്തിന്റെ അകത്ത് അവിടെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമെന്ന് ആത്മാവിൽ ദൈവജനം വിളിച്ചു പറയുമ്പോൾ ഏകദേശം 50ഓളം ഫോൾഡേഴ്സ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അമേശ്വർ, നമ്മൾ 50 പേര് നമ്മുടെ വായെ തുറന്നുകൊണ്ട് ചില വിഷയത്തിന് നേരെ കൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അടഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നതെന്ന് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ വ്യക്തതയോട് കൂടിയിട്ടൊരു കാര്യം ഇങ്ങനെ സംസാരിക്കുകയാ. അമേശ്വരം ചെയ്യുന്നു, അത് തന്നെ സംഭവിക്കുമെന്ന്, അരുളി ചെയ്ത ആ കാര്യം തന്നെ സംഭവിക്കുമെന്ന്, ആ കാര്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരത്തില്ല എന്ന് അമേശ്വരം കൃത്യതയോടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അമേശ്വരം അതിനുശേഷമാണ് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ, ആ അധ്യായം കഴിഞ്ഞിട്ട് 27-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. പക്ഷേ ആ സാഹചര്യത്തിൽ കപ്പലൊക്കെ തകരുന്ന ഒരു ഭാഗമുണ്ട്. കപ്പൽ തകരുന്നതിന് മുമ്പാണ് ഈ പൗലോസ് വിശ്വാസത്താൽ പറയുന്നത്, ഞങ്ങൾ എന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന്. എന്ന് 44-ാമത്തെ വാക്യത്തിൽ 2 വാക്ക് നമ്മൾ ഓരോരുത്തരെ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു വാക്കായിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ വാക്ക്, കരയിൽ എത്തി. പലരും പറഞ്ഞത്, അച്ഛാ, കരയിൽ എത്തത്തില്ലെന്ന്.
പലരും പറഞ്ഞതാ ഇനി ആ കുടുംബം ഒരു മേഖലയിലോട്ട് പോകത്തില്ലെന്ന്. അമേൻസ് ഇന്ന് പകൽക്കാലം പറയണം, കരയിൽ നമ്മൾ എത്തുമെന്ന്. അമേൻസ് പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ വിടുതൽ നടക്കുമെന്ന്, നമ്മുടെ തലമുറയിൽ അമേൻസ് വലിയ ദൈവപ്രവൃത്തികൾ നടക്കുമെന്ന്, നമ്മുടെ തലമുറകൾ വീണു പോകത്തില്ലെന്ന്, നമ്മുടെ തലമുറകൾ തകർന്നു പോകത്തില്ലെന്ന്, അമേൻസ് നമ്മുടെ ഭാവി ദൈവകരങ്ങൾ സുരക്ഷിതമാണെന്ന്. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. അടുത്തത് ഇങ്ങനെ പറയുന്നത്, രക്ഷപ്പെടുവാൻ സംഗതി വന്നെന്ന്. പലരും പറഞ്ഞതാ ആ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന്. പണ്ട് കാനാവിലെ കല്യാണ വീടും ഇതുപോലെ പറഞ്ഞത്. അവിടെ അവൻ യേശുവിനെ വിളിച്ചു, കാര്യമൊക്കെ ശരിയാ, പക്ഷെ രക്ഷപ്പെടത്തില്ലെന്നാ പലരും പറഞ്ഞത്. പക്ഷെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അത് ഉറപ്പിച്ച് ഞാനെന്ന് പറയാം. 28-ാം അധ്യായത്തിൽ പറയുന്ന വാക്ക്, ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, രക്ഷപ്പെട്ട ശേഷം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആത്മാവിൽ വിളിച്ചു പറ, നമ്മൾ രക്ഷപ്പെടും. അമേൻസ് നമ്മൾ വിടുവിക്കപ്പെടും, നമ്മൾ പുറത്തു വരും. നമ്മുടെ നാവ് കൊണ്ട് തന്നെ അമേൻ നമ്മുടെ അതരങ്ങളെ ചലിപ്പിച്ച് തന്നെ നമ്മൾ ആ കാര്യത്തെ ഏറ്റു പറയുന്ന സമയത്ത് ആ വിടുതലുകൾ നടക്കുന്നതെങ്കിൽ അമേൻ അതിലൊരു പ്രവാചകന്റെ ആവശ്യമില്ല, അതിലൊരു സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ല. നമ്മുടെ നാവിന്റെ മേൽ തന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ആത്മാവിൽ പ്രഖ്യാപിക്കുക, ഞാനും എന്റെ കുടുംബവും അതിനകത്തു നിന്ന് രക്ഷപ്പെടും, ഞാനും എന്റെ കുടുംബവും അതിനകത്തു നിന്ന് വിടുതൽ പ്രാപിക്കും. ചില വിഷയങ്ങൾ അങ്ങനെയാ, മാനസികമായി വല്ലാതെ നമ്മളെ തകർക്കുന്നതാ, മാനസികമായി നമ്മളെ വല്ലാതെ വിഷാദിപ്പിക്കുന്നതാ, മാനസികമായിട്ട് നമ്മളെ വല്ലാതെ അവൻ ക്ഷയിപ്പിക്കുന്നതാ. പക്ഷെ അതിന്റെ അകത്ത് അവൻ ദൈവം അവൻ ഗിദെയോനോട് പറയുക, ഗിദെയോനെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, ക്ഷയിച്ച വിഷയമാ, അവൻ ചിലത് എടുത്തുകൊണ്ട് പോയ വിഷയമാ, ചിലത് വേദനിപ്പിച്ച വിഷയമാ, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് ആ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോടും പറയുക, അവൻ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന്. എന്റെ പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടെ ഞാൻ അതിന്റെ കൂടെ ഒന്ന് ചേർത്ത് പറയട്ടെ. ദൈവം കൂടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്താ പ്രത്യേകത എന്നറിയാമോ? ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അല്ലെ, ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റുമേശയിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ആ തീന്മേശയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭാരങ്ങളെ പറയുന്നത്. എന്ന് പകൽക്കാലം കർത്താവ് പറയുക, നിന്റെ കൂടെ അത്താഴം കഴിക്കാൻ ഞാൻ തയ്യാറാ. അത്താഴം മാത്രമല്ല, നിന്റെ വിഷയങ്ങളെ കൂടെ കേൾക്കുവാൻ ഞാൻ തയ്യാറാ. അമേഴ്സ് നിന്റെ ഭാരങ്ങളെ കൂടെ കേൾക്കുവാൻ ഞാൻ തയ്യാറാ. ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അമേൻ പലപ്പോഴും ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിൽ കൂടെ ഇരിക്കുന്ന അമേഴ്സും അനുഭവങ്ങൾ ഇല്ലാതെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അവരോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയാണ്. ഈ കൂടെ ഇരിക്കണമെങ്കിൽ അമേഴ്സ് പറഞ്ഞു ചെയ്യുന്നു, നമ്മൾ ദൈവത്തിന് കൂടെ ഇരിക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൂടെ ഇരിക്കാത്തത് കൊണ്ട് ആ ഒരു ദൈവിക പ്രവൃത്തി നടക്കാതിരിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഇങ്ങനെയാന്നേ. അമേഴ്സ് ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേൽ പറയുക, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വാ അടച്ചു കളഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ദൂതൻ ആരുടെയാ? ദൈവത്തിന്റെയാ. ദൂതൻ ദൈവത്തിന്റെയാ. അപ്പോ ദൈവത്തിന്റെ ദൂതനെ ദാനിയേലിന് വേണ്ടി അയക്കണമെങ്കിൽ ആ ബന്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവം തന്റെ ദൂതനെ എന്നാ പറഞ്ഞ, ദൈവത്തിന്റെ ദൂതനെ ദാനിയേലിന് വേണ്ടി അയച്ചു. അപ്പോ ആ ഒരു ഭാഗം ഇന്ന് ഈ മെസ്സേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവാത്മാവ് സംസാരിച്ച ചിന്ത ഇങ്ങനെയാണ്, ദാനിയേലിന് വേണ്ടി അയക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൂതനും ദാനിയേലും തമ്മിൽ വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദാനിയേലിന് വ്യക്തിപരമായ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ആ രേഖ എഴുതിയപ്പോൾ ആ മനുഷ്യൻ മുട്ടുമടക്കിയത്, അതുകൊണ്ട് ആ രേഖ എഴുതിയപ്പോൾ ആ മനുഷ്യൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ചില കാര്യങ്ങൾ ക്രമീകരിച്ചത്. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ, എന്നറിയാമോ? അവിടെ അതിനുശേഷമായിട്ട് ദൈവം തന്റെ ദൂതനെ അയക്കണമെങ്കിൽ ദാനിയേല് ദൈവത്തിൻ്റെതായിട്ട് മാറണം. മനസ്സിലായോ? ആ ചിന്ത ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയാം. ദാനിയേല് ദൈവത്തിൻ്റെതായി മാറിയാലേ ദൈവം തന്റെ ദൂതനെ അയക്കത്തുള്ളൂ. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെതായി മാറണം. നമ്മൾ ഇന്ന് നാട്ടുകാരുടെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അല്ലെ അമേഴ്സും. പക്ഷെ അതിനകത്ത് ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ ദൈവം അവിടെ കൂടെ ഉണ്ട് എന്നൊരു കാര്യം തെളിയിക്കുമ്പോൾ ഇന്ന് നമ്മളോട് ചോദ്യം, ഇന്ന് നമ്മൾ എവിടെ ഇരിക്കുന്നത്? ഈ കാര്യം യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പണ്ടൊരു കോവണി കണ്ടു, ആ കോവണിയിൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടെന്നാ പറഞ്ഞത്. അവിടെയാ ഇന്ന് നമ്മുടെ അമേഴ്സ് പോസ്റ്ററിൽ കിടക്കുന്ന വാക്യം കിടക്കുന്നത്, അരുളി ചെയ്തത് സംഭവിക്കുമെന്ന്. പക്ഷെ എന്നെ അവിടെ ചിന്തിപ്പിച്ചൊരു വാചകം ഇങ്ങനെയാ, അവിടെ ദൂതൻ ഇരുന്നു എന്ന് പറയുന്നില്ല, ദൂതൻ വന്നു എന്നും പറയുന്നില്ല, ഇറങ്ങുന്നതും കയറുന്നതും കണ്ടു. നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാ. ചോദ്യം അവിടെ നിന്ന് എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഇങ്ങനെയാ, എന്നറിയാമോ? ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും കണ്ടു, എന്നാൽ ആ ദൂതൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദൂതനെ നിർത്തണം. ദൂതൻ നിന്നാലേ നമ്മുടെ ചില വിഷയത്തിന് വിടുതൽ നടക്കത്തുള്ളൂ. എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ അത് വചനത്തിലൂടെ തെളിയിച്ച ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലൂടെ വരുമ്പോൾ ദൂതൻ വന്നിട്ട് മറിയയോട് പറയുന്ന കാര്യമുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്താ പ്രത്യേകത എന്നറിയാമോ? അമേഴ്സ് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞ് ദൂതൻ അവളുടെ മുമ്പാകെ നിന്നതുപോലെ നമ്മുടെ മധ്യേ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതല്ല നമ്മൾ കാണേണ്ടത്, നമ്മുടെ മുമ്പാകെ ദൂതന്മാർ നിൽക്കുന്നത് ആത്മാവിൽ നമ്മൾ കാണണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ആ ഒരു ഭാഗത്തെ ഇങ്ങനെ ഒന്ന് വചനത്തിലൂടെ തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഇതേ യാക്കോബിലോട്ടൊന്ന് മടങ്ങി വന്ന് ആ ഭാഗത്തെ പൂർത്തീകരിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 28-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തില് അവിടെ സകല പ്രതീക്ഷകളും അവസാനിച്ച് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രത്യേകമായ മേഖലയിലൂടെ കടന്നു പോകുകയാണ്. യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു മേഖല.
ആ മേഖലയുടെ അകത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു പോയി. ആ സൂര്യൻ അസ്തമിച്ചപ്പോൾ അവിടെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുണ്ട്. ബെർഷേവയിൽ നിന്ന് ഹാരാനിലോട്ട് പോയി. ബെർഷേവ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലെസ്സിങ് വിത്തൗട്ട് ബ്രോക്കനസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അവിടെയുണ്ട്, അവിടെ കഷ്ടതയില്ല. അതാണ് ബെർഷേവ എന്ന വാക്കിന്റെ അർത്ഥം. അനുഗ്രഹമുണ്ട്, പക്ഷെ യാതൊരു കഷ്ടതയുമില്ല, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു അനുഗ്രഹത്തെ കുറിച്ച് അവിടെ പറയുന്നത്. പക്ഷെ ഹാരാൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്രോക്കൻനെസ് ദാറ്റ് പ്രൊഡ്യൂസ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ കഷ്ടത, അതാണ് അനുഗ്രഹത്തെ അമേൻസ്വരം ചെയ്ത് നൽകുന്നത് എന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ബെർഷേബയിൽ നിന്ന് ഹാരാനിലോട്ട് പോയി. അപ്പൊ ബെർഷേബയിൽ അതുവരെ അവന്റെ അപ്പന്റെ സകല കാര്യങ്ങളും അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നു, സകല നന്മകളും അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. അന്ന് വരെ അവന് യാതൊരു കാര്യങ്ങളും അവൻ വ്യക്തിപരമായി അറിയേണ്ട കാര്യമില്ല. അവന് ചോദിക്കണമെങ്കിൽ അപ്പനോട് ചോദിക്കാം, എടുക്കണമെങ്കിൽ അവന്റെ കാര്യങ്ങൾ എടുക്കാം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഹാരാനിൽ എത്തി നിൽക്കുകയാണ്. നമ്മളിൽ പലരും അങ്ങനെയാ. ഇന്ന് ഹാരാന്റെ ചില പ്രത്യേകമായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാതെ തകർന്നായിരിക്കുന്നത്, വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നത്. അമേൻ പറഞ്ഞത് വല്ലാതെ അവൻ ഹൃദയം അവൻ നുറുങ്ങിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷെ അതിന്റെ അകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ അമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാര്യം പറയുക: എന്നോട് കൂടെ ദൈവം ഉണ്ടെങ്കിൽ, അപ്പോഴാണ് ആ ദൈവം പറയുന്ന കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും, നിന്നെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന സുന്ദരമായ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിലൂടെ ഈ മെസ്സേജിനെ ഒന്ന് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 28-ാം അധ്യായത്തിലൂടെ വരുന്ന സമയത്ത് 15-ാമത്തെ വാക്യം പറയുക: ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ. അതാ നമ്മുടെ അമേൻ സ്വർണ്ണം ചെയ്യുന്ന പോസ്റ്ററിൽ കൊടുത്ത വാക്യം. ഞാൻ നിന്നോട് കൈവിടാതെ അമേൻ സ്വർണ്ണം ചെയ്യുന്നു, അരുളി ചെയ്തത് അവൻ നിവർത്തിക്കും. ആ സമയത്ത് അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നത് ദൈവം അവിടെ ഉണ്ടെന്ന്. പക്ഷെ അതിന്റെ കൂടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. 20-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ഇങ്ങനെയുണ്ട്: യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും. നേർച്ചയാ, കർത്താവെ എന്റെ കൂടെ ഒന്ന് ഇരിക്കാമോ, കർത്താവ് എന്റെ കൂടെ ഒന്ന് വരാമോ, കർത്താവ് ഈ വിഷയത്തിന്റെ കൺട്രോൾ ഒന്ന് അങ്ങ് ഏറ്റെടുക്കാമോ. നമ്മൾ ഇന്ന് മാനസികമായിട്ട് വല്ലാതെ തകർന്നിരിക്കുന്ന ചില വിഷയങ്ങളില്ലേ, കൺട്രോൾ പോലും നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, യാതൊരു സാധ്യതയുമില്ലാത്ത ചില വിഷയങ്ങൾ, കർത്താവ് പറയുക ഞാൻ കൂടെ ഇരിക്കാൻ തയ്യാറാ. അതിന്റെ കൺട്രോള് ഇന്ന് എന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, അതിന്റെ കൺട്രോള് ഇന്ന് എന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നുവെങ്കിൽ, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ എന്നറിയാമോ? ഇങ്ങനെ ഇതെല്ലാം കടന്നു പോയപ്പോൾ അമേൻ സ്വർണ്ണം ചെയ്തു ദൈവത്തിന് ചില കാര്യങ്ങളെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ, അമേൻ സ്വർണ്ണം ദൈവം തിരഞ്ഞെടുക്കുന്നവനെ ദൈവം തന്നെ തെളിയിക്കും. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് 30-ാം അധ്യായത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ 30-ാം അധ്യായത്തിന്റെ അമേൻ സ്വർണ്ണം ചെയ്യുന്നു 27-ാമത്തെ വാക്യമാണ് നമ്മുടെ അമേൻ സ്വർണ്ണം ചെയ്യുന്നു ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഒന്നാമത് നമ്മൾ കേട്ടത് വെളിപ്പെടുത്തി എന്ന ഈ അവസാനത്തെ വാചകം എന്ന് പറയുന്നത്, നമ്മളെ ദൈവം ചിലയിടത്ത് വെളിപ്പെടുത്തിയാൽ ചിലർക്ക് ബോധ്യമാകും. നമ്മളെ ദൈവം ചിലയിടത്ത് വെളിപ്പെടുത്തിയാൽ ചിലരുടെ അവൻ ചിന്തകൾക്ക് മാറ്റം വരും. അവൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അമ്മൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന: കർത്താവെ അങ്ങ് ചിലത് തെളിയിക്കണം, അമ്മ അങ്ങ് ചിലത് എന്റെ ജീവിതത്തിനകത്ത് തെളിയിക്കണം. ആ ഒരു കാര്യത്തിൽ സങ്കീർത്തനക്കാരനോട് ഇങ്ങനെ പറഞ്ഞാൽ, അമ്മൻ സങ്കീർത്തനം 86-ൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ: നന്മയ്ക്കായിട്ട് ഒരടയാളം കർത്താവെ കാണിച്ചു തരണം. ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവെ നന്മയ്ക്കായിട്ട് ഒരുപാട് അടയാളം ഒന്നും വേണ്ട, ഒറ്റ അടയാളം മതി. അമ്മൻ നന്മയ്ക്കായിട്ട് ഒരു അടയാളം ഒന്ന് കാണിച്ചു തരണം. ഇതേ കാര്യം അമേൻ സ്വർണ്ണം ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കാണുന്നത് ഇങ്ങനെയാ. സങ്കീർത്തനം 119-ന്റെ 126: യഹോവേ ഇത് അങ്ങേക്ക് പ്രവർത്തിക്കുവാനുള്ള സമയം. പറയാൻ പറ്റുമോ? കർത്താവെ ഈ വിഷയത്തിനകത്ത് അങ്ങേക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, ഈ സാഹചര്യത്തിനകത്ത് അങ്ങേക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, ഈ മേഖലയുടെ അകത്ത്, ഈ രോഗത്തിനകത്ത്, ഈ ഫിനാൻഷ്യൽ ക്രൈസിസിനകത്ത്, ഈ ഞാൻ കടന്നു പോകുന്ന മേഖലയുടെ അകത്ത് കർത്താവെ അങ്ങേക്ക് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള പല പ്രിയമുള്ളവരും ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ: കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, നമ്മൾ കർത്താവിനെ ഒന്ന് വിളിച്ചാൽ മതി. കർത്താവെ ഈ വിഷയത്തിന്റെ കൺട്രോൾ ഒന്ന് അങ്ങ് ഏറ്റെടുക്കണം. അമേൻ സ്വർണ്ണം ഇന്ന് വളരെ ശാന്തമായിട്ട് ഈ ഒരു മെസ്സേജ് ഞാൻ പ്രിയമുള്ളവരോട് സംസാരിക്കുന്നത്. അമേൻ ഓരോ തവണ ഓരോ രീതിയിലാണ് കർത്താവ് അമേൻ ആ നിയോഗം നൽകുന്നത്. ഇന്ന് ശാന്തതയോടെ ഈ ഒരു മെസ്സേജ് പകർന്നു നൽകുന്ന സമയത്ത് ഒറ്റ കാര്യം ഞാൻ പറയട്ടെ: കർത്താവ് കൂടെ ഉണ്ട്. ആ കർത്താവ് നമ്മളോട് പറയുക, കുഞ്ഞെ ആ വിഷയത്തിനകത്ത് നീ തല കുടിക്കത്തില്ല, ആ വിഷയത്തിനകത്ത് നീ നിന്ദിക്കപ്പെടത്തില്ല, ആ വിഷയത്തിനകത്ത് നീ പരിഹസിക്കപ്പെടുകയില്ല. കാരണം എന്നെ തൊടാതെ അമേൻ സ്വർണ്ണം ചെയ്തു നിന്നെ തൊടാൻ സാധിക്കുകയില്ല. കർത്താവ് എന്ന് പറയുക, ഒന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഈ മെസ്സേജിന് അവസാന മിനിറ്റുകളിൽ വരുന്ന സമയത്ത് ഒന്ന് നമ്മുടെ സമർപ്പണത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? കർത്താവെ അതിന്റെ കൺട്രോള് അങ്ങൊന്ന് ഏറ്റെടുക്കണം, ചിലതിനെ കർത്താവ് തെളിയിക്കണം. ഇതേ കാര്യം ഇതേയോട് തന്നെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ. ആ വാക്ക് 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില. എന്നറിയാമോ? അദ്ദേഹം പറയുക, ദൈവമേ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെയാണെങ്കിൽ ആ ഒരു കാര്യം അമേൻ സ്വർണ്ണം ആ വാക്യം ഒന്ന് നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേൻസ് ന്യായാധിപന്മാരുടെ പുസ്തകം അമേൻസ് 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാ കേട്ടോ. അമേൻ സ്വർണ്ണം ചെയ്യുന്നു: അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ.
നമ്മുടെ പ്രാർത്ഥനയും അത് തന്നെയാകട്ടെ. കർത്താവെ, ഒരടയാളം കാണിച്ചു തരണമേ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അപ്പ അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ അടുത്തു വരിക. കർത്താവെ, ഈ ഒരു അമേൻസ്വരം ഉച്ച കഴിഞ്ഞ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ഒരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധികളൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ജോസഫ് തന്നെത്താൻ വെളിപ്പെടുത്തി എന്ന ഒരു വാചകത്തിലൂടെ ഞങ്ങൾ ഇന്ന് കടന്നു വന്നപ്പോൾ കർത്താവെ, ജോസഫ് വെളിപ്പെടുത്തിയെങ്കിലും അതിന് കൂടെ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നൊരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. കർത്താവെ, ചില വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ചില തുറന്നു വരലുകൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ചില മേഖലകളകത്ത് വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ചില വലിയ വിഷാദങ്ങൾ മാറട്ടെ. ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല എന്നുള്ള ആ ചിന്തയുടെ അകത്ത് കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മയ്ക്കായിട്ട് ഒരടയാളം ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തെളിയിക്കണമേ. അവൻ അത് ഈ ഒരു മിനിസ്ട്രിയുടെ അകത്ത്, ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളുടെ അകത്ത്, ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ അകത്ത്, എല്ലാ സഹോദരി സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിനകത്ത് ആ അടയാളം നന്മയ്ക്കായിട്ട് തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ ജോസഫിന് അമേൽസ്വരം ചെയ്യുന്നു. ജോസഫ് തന്നെ താൻ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് ഇങ്ങനെയാ പറഞ്ഞത്, അതിനുശേഷമായി അത് ഫറവോനും വെളിവായി വന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളെ അമേൽസ്വരം ഈ ദിവസങ്ങളിൽ ചിലതിന്റെ മധ്യേ കർത്താവ് ബോധ്യപ്പെടുത്തുന്ന, ചിലതിന്റെ മധ്യേ കർത്താവ് തെളിയിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിനായി നന്ദി, കർത്താവിന്റെ ദാസനായി നന്ദി, കർത്താവിന്റെ ശുശ്രൂഷകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കുടുംബമായി തന്നെ അനുഗ്രഹിച്ചാട്ടെ. കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും വ്യത്യസ്തമായ കർത്താവ് ഉപയോഗിച്ചാട്ടെ. ഈ കൂട്ടായ്മ അനേകരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായിട്ട് മാറട്ടെ. സകല മാനവും മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന്. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ആ വചനം നമ്മെ ഓർമ്മിപ്പിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. അമേൽസ്വരം ജോസഫ് തന്നെ താൻ വെളിപ്പെടുത്തി. അത് വെളിപ്പെടുത്തിയപ്പോൾ അവൻ ഫറവോന് മുമ്പാകെ വെളിവായി വന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ചിലതിന്റെ മധ്യേ ദൈവം തന്നെ ചില കാര്യങ്ങളെ തെളിയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടിയന് ഇങ്ങനൊരു അവസരത്തെ നൽകി കർത്താവിന്റെ ദാസനോടും ടീമിനോടുമുള്ള നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. തുടർന്നുള്ള